പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് ചോദിക്കാൻ ഈ വാഹനത്തിൻ്റെ പിറകെ വരുന്നത് നിങ്ങളുടെ മണ്ഡലത്തിൻ്റെ MLA ആയിട്ടുള്ള വ്യക്തിയാണ്. പക്ഷേ അദ്ദേഹം ബലാത്സംഗ കേസിൽ ഇപ്പോൾ ഒളിവിൽ കഴിയുന്നത് കൊണ്ട് അദ്ദേഹം അയച്ചിരിക്കുന്ന സന്ദേശം മാത്രമാണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിലുള്ളത് എന്ന് പറയാവുന്ന രീതിയിലേക്കുള്ള രാഷ്ട്രീയമായ അധാർമികതയിലേക്ക് കേരളം മാറിയിരിക്കുന്ന വലിയ പ്രതിസന്ധിയാണ് നമ്മുടെ മുന്നിലുള്ളത്. വോട്ട് ചോദിച്ചു വരുന്ന സ്ഥാനാർത്ഥികളോടും അവരുടെ നേതാക്കളോടും അവിശ്വാസം തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള അധാർമികത കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഇന്ന് രാഷ്ട്രീയ രംഗം. ഒരു ബലാത്സംഗ പീഡന പരാതി പ്രഥമ ദൃഷ്ട്യാ കാമ്പുണ്ടെന്ന് കണ്ട് കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചിട്ടും കഴിഞ്ഞ ദിവസം വരെ കോൺഗ്രസ് നേതാവായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ കഴിഞ്ഞുകൊണ്ട് തന്നെ മേൽക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. സാധാരണ പൗരന് ഊഹിക്കാൻ പോലും കഴിയാത്ത സൗഭാഗ്യങ്ങളാണ് ഈ വിഷയത്തിൽ ഈ പ്രതിക്ക് ലഭിച്ചതും ലഭിച്ചുകൊണ്ടിരിക്കുന്നതും എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ആദ്യം ഈ ആരോപണം വന്ന ആദ്യ നാളുകളിൽ ഹൂ കെയേഴ്സ് എന്ന് മാധ്യമങ്ങളോടും പൊതുസമൂഹത്തോടും ഇരകളോടും പരിഹാസത്തോടു കൂടി ചോദിച്ച ഈ പ്രതി ഒരു പാർട്ടിയുടെ പ്രവർത്തകൻ എന്നുള്ള നിലയിലും ജനപ്രതിനിധി എന്നുള്ള നിലയിലും ഇതര സംസ്ഥാനങ്ങളിലടക്കം ആഡംബര ഒളിവ് കേന്ദ്രങ്ങളിൽ നിന്ന് ഒളിവിടങ്ങളിൽ താമസിച്ചും ഫോൺ ഓഫ് ചെയ്തും കളം മാറി കളിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ ഒരു ഭാഗത്ത് വരുന്നു. മറുഭാഗത്ത് അതിനിടയിൽ തന്നെ അഭിഭാഷകൻ വഴി ഹൈക്കോടതിയെ സമീപിക്കുകയും ജാമ്യം നൽകണമെന്ന് ആവശ്യപ്പെടുകയും അതിന് കാരണമായി നിരത്തിയ പല ന്യായങ്ങളിൽ ഒന്ന് താൻ രാഷ്ട്രീയക്കാരനാണെന്നും അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പകപോക്കലിൻ്റെ ഭാഗമാണ് ഇത് എന്നുമാണ്. നിലവിൽ ഒരു പാർട്ടിയിലും അംഗമല്ലാത്ത രാഹുൽ മാങ്കൂട്ടത്തിൽ രാഷ്ട്രീയത്തെ തന്നെ ഇപ്പോഴും ഈ നിമിഷങ്ങളിലും ഉപയോഗിക്കുന്നു എന്നർത്ഥം. ഇവിടെയാണ് കേരളത്തിൻ്റെ പൊതുരംഗത്തെ പ്രത്യേകിച്ച് രാഷ്ട്രീയ ധാർമ്മികതയുടെ അടിത്തറ തന്നെ തകർന്നിരിക്കുകയാണ് എന്ന് നമ്മൾക്ക് പറയേണ്ടി വരുന്നത്. മുൻകൂർ ജാമ്യാപേക്ഷ നിഷേധിച്ചതിലൂടെ ഒരു യുവ രാഷ്ട്രീയ നേതാവിൻ്റെ അകാല രാഷ്ട്രീയ മൃത്യു ഇതാ ആസന്നമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നിടത്താണ് തകരാനും തകർക്കപ്പെടാനും തയ്യാറല്ല എന്ന് തോന്നിപ്പിക്കാവുന്ന രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ സമർത്ഥമായ ഒളിജീവിതം തുടർന്നുകൊണ്ട് കോടതിയെ സമീപിക്കുന്നത്. വേണമെങ്കിൽ മോട്ടിവേഷൻ ക്ലാസുകൾ എടുത്ത് പൈസയുണ്ടാക്കുന്ന മോട്ടിവേഷൻ അധ്യാപകർക്ക് രാഹുൽ മാങ്കൂട്ടത്തിലിനെ മാതൃകയാക്കാൻ തങ്ങളുടെ വിദ്യാർത്ഥികളോട് ആഹ്വാനം ചെയ്യാം. ഇപ്പോഴും ഹൂ കെയേഴ്സ് എന്ന മനോഭാവം പുലർത്തുകയും ഇത്രയധികം തിരിച്ചടികൾ ഉണ്ടായിട്ടും തളർന്നു പോകാതെ ഒളിമുറികളിലിരുന്ന് പോരാട്ടം തുടരുകയും ചെയ്യുന്ന മഹാൻ എന്നുവരെ വ്യാഖ്യാനവും വന്നേക്കാം. മാത്രമല്ല, രാഹുൽ ഈശ്വറിനെ പോലെ ദൈവിക കാര്യങ്ങളിൽ പിടിപാടുള്ള മഹാഭക്തന്മാർ പൂജപ്പുര സെൻട്രൽ ജയിലിനകത്ത് കിടന്നുപോലും രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി അന്നാഹാരങ്ങൾ ഉപേക്ഷിച്ച് ജലപാന ഉപവാസം നടത്തുന്നതിൽ കനിഞ്ഞ് ദേവദേവതമാർ രാഹുൽ മാങ്കൂട്ടത്തിന് രക്ഷയൊരുക്കുമെന്ന് വിശ്വാസികൾ കരുതിയാലും തെറ്റ് പറയാനില്ല. പക്ഷേ വിശ്വാസികൾക്കും അന്ധവിശ്വാസികൾക്കും അപ്പുറം ഭരണഘടനയിലും ഈ രാജ്യത്തിൻ്റെ നിയമ സംവിധാനത്തിലും വിശ്വാസമർപ്പിച്ചു കഴിയുന്ന പൗരന്മാർക്ക് പക്ഷേ ഇത് കേവലം ഒരു വ്യക്തിയുടെ വീഴ്ചയല്ല, നമ്മുടെ രാഷ്ട്രീയ വ്യവസ്ഥിതിയുടെ മൊത്തത്തിലുള്ള ധാർമ്മികതയുടെ തകർച്ചയുടെ ഒരു നേർചിത്രമാണ്. രാഹുൽ ഇഫക്റ്റ് എന്ന് നാം ഇതിനെ വിളിക്കുമ്പോൾ അത് നിയമസഭയിലെ ഒരു കസേര ഒഴിഞ്ഞു പോകുന്നതിനേക്കാൾ അപ്പുറം പൊതുസമൂഹത്തിൽ രാഷ്ട്രീയ നേതൃത്വത്തിനുള്ള വിശ്വാസ്യതയാണ് തകർന്നു പോകുന്നത്, ചോർന്നു പോകുന്നത് എന്ന് നാം തിരിച്ചറിയണം. രാഷ്ട്രീയ വിശ്വാസ്യതയുടെ ആണിക്കല്ല് എന്ന് പറയുന്നത് സദാചാരമാണ്. നീതി, ഉത്തരവാദിത്തം, സുതാര്യത, ഇങ്ങനെയുള്ള മൂല്യങ്ങൾ, അതിനെയെല്ലാം അടിസ്ഥാനമാക്കിയാണ് ഒരു ഭരണകൂടം അധികാരം പ്രയോഗിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് പൗരന്മാർ അവർക്ക് വോട്ട് ചെയ്യുന്നത്, വോട്ട് നൽകുന്നത്. പക്ഷേ ഇവിടെ MLA മാർ വെറും വികസന നായകരോ സാമൂഹ്യ മാധ്യമങ്ങളിലെ താരങ്ങളോ മാത്രമല്ല, അവർ സമൂഹത്തിന് മാതൃകയാകേണ്ടവരും സ്വന്തം ജീവിതത്തിൽ ഉന്നതമായിട്ടുള്ള ധാർമ്മികത ഉയർത്തിപ്പിടിക്കാൻ സവിശേഷമായിട്ടുള്ള ബാധ്യത ഉള്ളവരുമാണ്. ഓർക്കുക, പ്രശസ്ത ബ്രിട്ടീഷ് ചരിത്രകാരനായിട്ടുള്ള ലോർഡ് ആക്ടൺ പറഞ്ഞ ഒരു വാക്യം, പവർ ടെൻസ് ടു കറക്റ്റ് ആൻഡ് അബ്സല്യൂട്ട് പവർ കറക്റ്റ്സ് അബ്സല്യൂട്ട്ലി. അധികാരം വ്യക്തികളുടെ ധാർമ്മികതയെ ദുഷിപ്പിക്കാൻ സാധ്യതയുണ്ട്. ഇവിടെ ഒരു യുവ MLA-യുടെ രാഷ്ട്രീയ ജീവിതത്തെ ഈ ധാർമ്മിക അധപ്പതനത്തിൻ്റെ ദുഷിച്ച കണ്ണിയിൽ കൊളുത്തിയിരിക്കുന്നു. രാഷ്ട്രീയ നേതാക്കൾക്ക് സ്വകാര്യതയുണ്ട് എന്നൊക്കെ പറയാം, അതിൽ തർക്കവുമില്ല. പക്ഷേ ജനപ്രതിനിധിയാകുമ്പോൾ അവരുടെ വ്യക്തിജീവിതം കേവലം സ്വകാര്യം എന്നതിലുപരി പൊതുജീവിതത്തിൻ്റെ ധാർമ്മിക നിലവാരത്തെ നിർണ്ണയിക്കുന്ന ഒന്നായിട്ടത് മാറണമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു ജനപ്രതിനിധി വഞ്ചകനോ സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നവനോ ആണ് എന്നുള്ള പൊതുബോധം രൂപപ്പെട്ടാൽ അത് ആ വ്യക്തിയെ മാത്രമല്ല, അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന പ്രസ്ഥാനത്തെയും ആത്യന്തികമായി നമ്മുടെ ജനാധിപത്യ സംവിധാനത്തെയും ബാധിക്കും. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ അതിജീവിതകളിൽ ചിലർ കുറച്ചു കാലമായിട്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ പരാതികൾ ഉയർത്തിയിരുന്നു. നിയമപരമായിട്ട് ആരും മുന്നോട്ട് വരാതിരുന്നിട്ടും പൊതുസമ്മർദ്ദം കാരണം പാർട്ടിക്ക് ആദ്യം ചെറിയ രീതിയിൽ നടപടിയെടുക്കേണ്ടി വന്നു. ഇപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ മൂർധന്യാവസ്ഥയിൽ നിയമപരമായിട്ട് ഒന്നിലധികം കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുകയാണ്. മുൻകൂർ ജാമ്യാപേക്ഷ നിഷേധിക്കപ്പെട്ടതോടെ അറസ്റ്റ് ഏത് നിമിഷവും യാഥാർത്ഥ്യമായേക്കാം. കോൺഗ്രസ് നേതൃത്വം അദ്ദേഹത്തെ പുറത്താക്കിയതിലൂടെ രാഷ്ട്രീയ ധാർമ്മികത തിരിച്ചു പിടിക്കാനുള്ള ഒരു ശ്രമം നടത്തിയിരിക്കുന്നുവെന്ന് പറയാം. പക്ഷേ അത് വൈകി വന്ന വിവേകമാണോ എന്ന് ഈ കഴിഞ്ഞ ദിവസങ്ങൾ ചെയ്ത എഡിറ്റോറിയൽ അനാലിസിസിൽ നമ്മൾ തന്നെ സൂചിപ്പിക്കുകയുണ്ടായി.
അതോ ഇത് തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി ഭയന്നുള്ളൊരു പ്രതിരോധ നടപടി മാത്രമാണോ എന്നുള്ള ചോദ്യവും ബാക്കി നിൽക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള ആരോപണങ്ങൾ ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ബന്ധത്തിൻ്റെ പരിധിയിൽ മാത്രം നിലനിൽക്കുമോ എന്ന് പരിശോധിക്കേണ്ടത് കോടതിയാണ്. പക്ഷേ അവിടെയും അതിനുശേഷം ഗർഭഛിദ്രമടക്കമുള്ള കാര്യങ്ങൾ വരുന്നു. അപ്പോൾ നിയമത്തിന് മുന്നിൽ കുറ്റക്കാരനാണ് എന്ന് തെളിയുന്നതുവരെ ഒരാൾ നിരപരാധിയാണ് എന്നുള്ള തത്വം കോടതികളിൽ നിലനിൽക്കുന്നുണ്ട്. ഈ നിയമപരമായിട്ടുള്ള പരിശോധനയിൽ വിധി എന്തായാലും വരട്ടെ. പക്ഷേ ഒരു ജനപ്രതിനിധിയുടെ ഇത്തരം പ്രവൃത്തികൾ തൂക്കി നോക്കപ്പെടേണ്ടത് നിയമത്തിൻ്റെ തുലാസിൽ മാത്രമല്ല, അതിനേക്കാൾ ഉയർന്ന ധാർമ്മികതയുടെ അളവുകോലുകൾ നമുക്കുണ്ട്. സ്വന്തം ജീവിതത്തിൽ നിയമം ലംഘിക്കുകയും സ്ത്രീകളുടെ അന്തസ്സിനെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്ന ഒരാൾക്ക് എങ്ങനെയാണ് നിയമസഭയിൽ ഇരുന്നുകൊണ്ട് സ്ത്രീ സുരക്ഷയെക്കുറിച്ചോ നീതിയെക്കുറിച്ചോ ഒക്കെ സംസാരിക്കാൻ ധാർമ്മികമായിട്ടുള്ള അവകാശമുണ്ടാവുക? ഇവിടെയാണ് വ്യക്തിപരമായിട്ടുള്ള സദാചാരം എന്ന് പറയുന്നത് ഒരു പൊതുപ്രവർത്തകൻ്റെ അനിവാര്യമായിട്ടുള്ള മൂല്യമാകേണ്ടത്. MLA എന്ന സ്ഥാനത്തിൻ്റെ അധികാരം, പദവി, സാമൂഹിക സ്വാധീനം ഇവയെല്ലാം ഈ ബന്ധങ്ങളിൽ ദുരുപയോഗം ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള ചോദ്യം ഇവിടെ ഉയരുമ്പോൾ അതിനുള്ള ഉത്തരമാണ് ഒളിവ് ജീവിത കാലഘട്ടത്തിലെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന രീതിയിലുള്ള അത്യാഡംബര റിസോർട്ടുകളിലും മറ്റുമുള്ള ഒളിത്താമസങ്ങൾ, അവിടെ നിന്ന് വലിയ വലിയ വാഹനങ്ങളിൽ മറ്റിടങ്ങളിലേക്ക് യാത്ര പോകൽ, ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യൽ, ഓൺ ചെയ്യൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ നേരത്തെ തന്നെയും ഇപ്പോഴും അത്തരത്തിലുള്ള അധികാരവും പദവിയും സാമൂഹിക സ്വാധീനവും ഒക്കെ ഇത്തരം ബന്ധങ്ങളിൽ ദുരുപയോഗം ചെയ്തു എന്ന് മാത്രമല്ല, അത് കോടതിയിലേക്ക് കേസായിട്ട് വരുമ്പോഴും അത് ദുരുപയോഗം ചെയ്യുന്നു എന്ന് പറയേണ്ടി വരുന്നു. അപ്പോൾ അത് ഒരു സാധാരണ ബന്ധമായിട്ട് കാണാൻ സാധിക്കുമോ എന്നുള്ളതാണ്. ഇപ്പോൾ കൺസെൻഷ്വൽ റിലേഷൻഷിപ്പ് എന്ന് നമ്മൾ പറയാറുണ്ട്, ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധമെന്ന്. അങ്ങനെ പറയുമ്പോഴും അധികാര ശ്രേണിയിൽ താഴെ നിൽക്കുന്ന ഒരാൾക്ക് സ്വാധീനമുള്ള ഒരു നേതാവുമായിട്ട് സമ്മതം നൽകേണ്ടി വരുമ്പോൾ അവിടെ ആ സമ്മതത്തിന് എത്രമാത്രം സ്വാഭാവികതയുണ്ട് എന്ന് ചിന്തിക്കേണ്ടി വരുന്നു. അവിടെ രാഷ്ട്രീയ അധികാരം എന്ന് പറയുന്നത് ഒരു ചൂഷണത്തിനുള്ള ഉപാധിയായിട്ട് മാറുന്നുണ്ടോ എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. അപ്പോൾ ഇത്തരം സംഭവങ്ങൾ നമ്മൾ സ്വാഭാവികമായിട്ടും ചർച്ച ചെയ്യുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നായിട്ട് അത് മാറുന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ സവിശേഷ സാഹചര്യത്തിൽ അത് രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതും അതിലേക്ക് ശ്രദ്ധയർപ്പിക്കേണ്ടതും അതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ള പരാതികൾ ഉന്നയിച്ചിട്ടുള്ളവർക്ക് അതിജീവിതമാർക്ക് നീതി ലഭിക്കേണ്ടതും പ്രധാനപ്പെട്ടതാണ്. അതിൻ്റെ തൊട്ട് ശേഷം സംഭവിക്കേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അതായത് ഇത്തരം സംഭവങ്ങൾ ആദ്യമായിട്ടുള്ള കേരള രാഷ്ട്രീയം കാണുന്നത് എന്നുള്ളതാണ്. മാധ്യമങ്ങൾ ഈ വാർത്തയുടെ നിറപ്പകിട്ടും അതിൻ്റെ വർണ്ണപ്പൊലിമയുമെല്ലാം നിലനിൽക്കുന്നിടത്തോളം കാലം ക്യാമറയുമായിട്ട് മുന്നോട്ട് പോകും. അതിന് വിൽപ്പന മൂല്യം ഇല്ലാതാവുമ്പോൾ അതിൽ നിന്ന് പിന്മാറുകയും ചെയ്യുമെന്നുള്ളതിൻ്റെ ദുര്യോഗവുമാണ്. ഇതിന് സമാനമായിട്ടുള്ള എത്രയെങ്കിലും സംഭവങ്ങൾ ഇത്രത്തോളം തീവ്രത ഇല്ലെങ്കിൽ പോലും, കാരണം തീവ്രത അളക്കുന്നതിൻ്റെ കാലഘട്ടമായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്, ഇത്രത്തോളം തീവ്രത ഇല്ലാത്ത സംഭവങ്ങൾ വന്ന സമയത്തും ഇത് കേരള രാഷ്ട്രീയത്തെയും പൊതുസമൂഹത്തെയും നമ്മുടെ ജനാധിപത്യ ബോധത്തെയും എല്ലാം പിടിച്ചുലയ്ക്കുമെന്ന് കരുതപ്പെട്ട സംഭവങ്ങളൊക്കെ ആവിയായിട്ട് പോയതിൻ്റെ ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. പലപ്പോഴും രാഷ്ട്രീയ പാർട്ടികൾ ഇത്തരം വിഷയങ്ങളെ കണ്ടില്ല എന്ന് നടിക്കുകയോ തങ്ങൾക്ക് രാഷ്ട്രീയമായിട്ട് സൗകര്യമുള്ള രീതിയിൽ മാത്രം പ്രതികരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഓർമ്മയിലേക്ക് ആദ്യം വരുന്ന കാര്യം സോളാർ തട്ടിപ്പ് കേസായിരിക്കും പലരെ സംബന്ധിച്ചിട്ട്. അതിന് മുമ്പുള്ള ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ടെങ്കിൽ പോലും അവിടെയും ചോദ്യം ചെയ്യപ്പെട്ടത് രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ധാർമ്മികതയാണ്. ഒരു യുവതിയുടെ ആരോപണങ്ങൾ അത് അധികാരത്തിൻ്റെ ഇടനാഴികളിലെ ദുരുപയോഗം ചെയ്യൽ, മൊഴികൾ, അന്വേഷണങ്ങൾ എന്നിങ്ങനെ പാർട്ടികൾ പരസ്പരം ചെളിവാരി എറിഞ്ഞ അവസ്ഥയിലേക്ക് പോയി. പക്ഷേ അടിസ്ഥാനപരമായിട്ടുള്ള ധാർമ്മികത ഉയർത്തിപ്പിടിക്കാൻ ആർക്കും കഴിഞ്ഞില്ല. അവസാനം ആരോപണങ്ങൾ രാഷ്ട്രീയമായിട്ടുള്ള പകപോക്കലിൻ്റെ ഉപകരണങ്ങളായിട്ട് ചുരുങ്ങിപ്പോവുകയായിരുന്നു സോളാറിൽ നമ്മൾ കണ്ടത്. ഇടതുപക്ഷ പാളയത്തിലും സമാനമല്ല എങ്കിൽ പോലും തീവ്രത കുറഞ്ഞതാണെങ്കിലും ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ആരോപണങ്ങളുടെ രൂപത്തിലെങ്കിലും. PK ശശിക്കെതിരായിട്ടുള്ള യുവതി നൽകിയിട്ടുള്ള ലൈംഗിക പീഡന പരാതി, ആരോപണങ്ങൾ ശക്തമായിരുന്നു. പാർട്ടി നടത്തിയ നീക്കങ്ങൾ എന്തായിരുന്നു? താൽക്കാലികമായിട്ട് സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു ആഭ്യന്തര ശുദ്ധീകരണം എന്നുള്ള രീതിയിൽ വിമർശിക്കപ്പെടുകയുണ്ടായി. അപ്പോൾ കോടതിയുടെ ഇടപെടലുകളില്ലാത്ത, നിയമപരമായിട്ടുള്ള തുടർ നടപടികളില്ലാത്ത പാർട്ടി തലത്തിലുള്ള നടപടിക്രമങ്ങൾ കൊണ്ട് ഈ വിഷയങ്ങൾ ഒതുക്കി തീർക്കാനാണ് പലപ്പോഴും ശ്രമിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഒരു ചരിത്രം. ഇത് ജനങ്ങൾക്ക് പാർട്ടി നീതി ഉറപ്പാക്കുന്നു എന്നതിന് പകരം പാർട്ടി തങ്ങളുടെ നേതാക്കളെ സംരക്ഷിക്കുന്നു എന്നുള്ള പ്രതീതിയാണ് നൽകിയത്. രാഷ്ട്രീയ നേതൃത്വത്തെ മാത്രമല്ല നമ്മുടെ പൊതുബോധത്തെ തന്നെ തകർത്ത കേസാണ് സൗമ്യ വധക്കേസിലെ പ്രതിയായിട്ടുള്ള ഗോവിന്ദച്ചാമിയുടേത്. നീതി വൈകിയപ്പോൾ നിയമവ്യവസ്ഥയോടുള്ള വിശ്വാസം എത്രമാത്രം ഇടിഞ്ഞു എന്ന് നാം അന്ന് കണ്ടതാണ്. അപ്പോൾ രാഷ്ട്രീയ നേതാക്കളുടെ കാര്യത്തിൽ ഈ ഇടിവ് പല മടങ്ങ് വലുതായിരിക്കും. ഗോവിന്ദച്ചാമിയുടെ കാര്യത്തിൽ ആ ഇടിവ് താരതമ്യേന കുറവാണ്. പക്ഷേ അത് രാഷ്ട്രീയ നേതാക്കളുടെ കാര്യത്തിലാവുമ്പോൾ ആ ഇടിവിന് പല മടങ്ങ് വലിപ്പം കൂടും. കാരണം ഈ ചരിത്രം മുന്നിലിരിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കോൺഗ്രസ് എടുത്ത നടപടി ഒരു പക്ഷേ രാഷ്ട്രീയമായിട്ടൊരു വേലിയിറക്കം കാണിച്ചേക്കാം. പക്ഷേ ഇനിയുള്ള ദിവസങ്ങളിൽ അവർ മറ്റ് പാർട്ടികളിലെ സമാനമായിട്ടുള്ള കേസുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രാഷ്ട്രീയ ധാർമ്മികതയുടെ ചൂണ്ടുവിരൽ ഉയർത്താൻ സാധ്യതയുണ്ട്. അതിൻ്റെ ഒരു സൂചന എന്നുള്ളതിലേക്ക് പ്രതിപക്ഷ നേതാവ് അത്തരം കാര്യങ്ങൾ ഇനി വരാൻ പോകുന്നു എന്നുള്ള ഒരു വെടിവെപ്പ് നടത്തുകയുണ്ടായി.
പക്ഷേ അതെങ്ങനെ ആയിരിക്കും അടുത്ത ദിവസങ്ങളിൽ വരിക എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇടതുപക്ഷ പാളയത്തെ സംബന്ധിച്ചിട്ടാണെങ്കിൽ ഇപ്പോൾ ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയിൽ പ്രതിചേർക്കപ്പെട്ട് ജയിലിലടയ്ക്കപ്പെട്ടത് പാർട്ടിയുടെ മുൻ MLA നേതാക്കളുമൊക്കെയാണ്. ഈ വിഷയത്തിൽ കോൺഗ്രസ് അതിൻ്റെ ധാർമ്മികതയുടെ വാൾ ഉയർത്തുമ്പോൾ ഇടതുപക്ഷം ചോദിക്കും, പാർട്ടിക്കകത്ത് നടപടിയെടുത്താൽ മതിയായിരുന്നോ, നിയമത്തിന് വിട്ടുകൊടുക്കാൻ ധൈര്യമുണ്ടായിരുന്നോ എന്നൊക്കെ. മറുവശത്ത് ഇടതുപക്ഷ നേതാക്കളോട് രാഹുൽ വിഷയത്തിൽ കോൺഗ്രസ് തിരിച്ചു ചോദിക്കും, നിങ്ങളുടെ നേതാക്കൾക്കെതിരെ എന്ത് നടപടി സ്വീകരിച്ചു എന്ന്. അപ്പോൾ നിയമപരമായിട്ടോ ധാർമ്മികമായിട്ടോ നിങ്ങൾ മറുപടി പറയേണ്ടേ എന്നുള്ള ചോദ്യം വരും. ഇവിടെയാണ് രാഷ്ട്രീയ സദാചാരം ഒരു ഒളിഞ്ഞു നോട്ടത്തിൻ്റെ പേരല്ല എന്ന് നാം മനസ്സിലാക്കേണ്ടത്. അതൊരു പാർട്ടിക്ക് ബാധകമാണെങ്കിൽ മറ്റേ പാർട്ടിക്കും ബാധകമാകണം. സദാചാരത്തെ സൗകര്യപൂർവ്വം ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാക്കി മാറ്റരുത്. ഒരു നേതാവ് പൊതുവേദിയിൽ സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ചും സ്ത്രീ സുരക്ഷയെക്കുറിച്ചും വാദോരാതെ സംസാരിക്കുകയും അതേ നേതാവ് സ്വന്തം ജീവിതത്തിൽ സ്ത്രീകളെ ചൂഷണം ചെയ്യുകയും നിയമം ലംഘിക്കുകയും ചെയ്യുമ്പോൾ അത് കപട സദാചാരത്തിൻ്റെ ഏറ്റവും അപകടകരമായിട്ടുള്ളൊരു രൂപമായിട്ട് മാറും. നിയമസഭയിൽ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഒരു ബില്ലിൽ ചർച്ച നടക്കുമ്പോൾ സ്വന്തം ജീവിതത്തിൽ സ്ത്രീകളെ ചൂഷണം ചെയ്ത ഒരാൾക്ക് എങ്ങനെയാണ് അതിൽ പങ്കെടുക്കാൻ കഴിയുക? ആ പ്രസംഗങ്ങളെല്ലാം പൊള്ളയായിട്ടുള്ള വാചകങ്ങൾ മാത്രമായിട്ട് തീരില്ലേ? അപ്പോൾ രാഷ്ട്രീയത്തിൻ്റെ ഈ കപടമുഖമാണ് പൗരന്മാരെ നിരാശരാക്കുന്നത്. ആ നിരാശ അവരെ വോട്ട് ചെയ്യാതിരിക്കുന്നത് അടക്കമുള്ള പ്രക്രിയകളിലേക്ക് നയിക്കുമോ എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ്. കാരണം ഇത് എല്ലാവരിലും ഉള്ള ഒന്നാണ് എന്നുള്ള ചിന്ത പൗരന്മാർക്ക് അവരുടെ പെരുവിരൽ പോളിംഗ് ബൂത്തിൽ കാണിച്ചു കൊടുത്ത് വെയിലത്ത് ക്യൂ നിന്ന് അത്തരം കാര്യങ്ങൾ നിറവേറ്റുക എന്ന് പറയുന്നത് ജനാധിപത്യത്തിൻ്റെ ഉത്സവമാണ് എന്നൊക്കെ അതിനെ മഹത്വവൽക്കരിക്കുമെങ്കിലും അവിടെ ആ ഉത്സവത്തിൽ പങ്കെടുത്തിട്ട് വോട്ട് പാഴാക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്ന് അവർ തീരുമാനമെടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ടെങ്കിൽ അത് വലിയ തിരിച്ചടിയായിരിക്കും ഒരു ജനാധിപത്യ രാഷ്ട്രത്തെ സംബന്ധിച്ചിട്ടും സംസ്ഥാനത്തെ സംബന്ധിച്ചിട്ടും. അപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു സേവനമാണ്. ആത്യന്തികമായിട്ട് അധികാരം സ്ഥാപിക്കാനുള്ള ഉപാധിയല്ല. ഇതാണ് ഒരു തത്വം. ആ തത്വം പാലിക്കപ്പെടാത്തൊരു കാലമാണ്. അത് മറന്നുപോയിരിക്കുന്നു. ഒരു നേതാവ് എത്ര വലിയ വികസന നായകനാണെങ്കിലും വ്യക്തിജീവിതത്തിൽ ധാർമ്മികതയില്ലെങ്കിൽ ആ വികസന പ്രവർത്തനങ്ങൾക്ക് എന്ത് വിലയാണ് നൽകാൻ കഴിയുക? അപ്പോൾ ഈ സംഭവങ്ങൾ നമ്മോട് ആവശ്യപ്പെടുന്നത് രാഷ്ട്രീയത്തിലെ ധാർമ്മികതയെക്കുറിച്ച് ഗൗരവമായ ഒരു പുനർചിന്ത വേണമെന്നാണ്. എങ്ങോട്ടാണ് നമ്മുടെ രാഷ്ട്രീയം പോകുന്നത് എന്നുള്ള ചർച്ചയിലേക്ക്, സെമിനാറുകളിലേക്കൊക്കെ പോയിട്ട് കാര്യമില്ല. ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് മാത്രമല്ല, രാഷ്ട്രീയ നേതാക്കളെ, ചെറുപ്പക്കാരായുള്ള രാഷ്ട്രീയ നേതാക്കളെ, അതിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുന്നവർക്കൊക്കെ പാഠങ്ങൾ നൽകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകേണ്ടതുണ്ട് ഒരു ഭാഗത്ത്. അപ്പോൾ പ്രതിസന്ധി ഘട്ടങ്ങളിൽ മാത്രം നടപടിയെടുക്കുന്നതിന് പകരം പാർട്ടിയുടെ നേതൃത്വം തങ്ങളുടെ യുവ നേതാക്കളെ രാഷ്ട്രീയ ധാർമ്മികതയുടെ ബാലപാഠങ്ങൾ പഠിപ്പിക്കേണ്ടതുണ്ട്. സ്ഥാനമാനങ്ങൾ നൽകുന്നതിന് മുൻപ്, അവർക്ക് പദവികൾ നൽകുന്നതിന് മുൻപ് അവരുടെ പൊതുജീവിതത്തിലെയും സ്വകാര്യ ജീവിതത്തിലെയും നിലവാരം എന്താണ് എന്ന് പരിശോധിക്കാനുള്ള ആഭ്യന്തര സംവിധാനങ്ങൾ ഇവിടെ ഉണ്ടാവണം. ക്രിമിനൽ കേസുകളിൽ പ്രതികളാകുന്നവരെ സംരക്ഷിക്കുന്ന പ്രവണത അവസാനിപ്പിക്കണം. ക്രിമിനൽ പശ്ചാത്തലമുള്ളവർക്ക് സ്ഥാനാർത്ഥിത്വം നൽകുന്നതിനെതിരെ സുപ്രീം കോടതി പലതവണ വിമർശനം ഉന്നയിച്ചിട്ടുള്ള കാര്യം ഓർമ്മിക്കുക. ഓരോ സ്ഥാനാർത്ഥിയും തങ്ങളുടെ ക്രിമിനൽ കേസുകളെക്കുറിച്ച് പത്രങ്ങളിലും ടെലിവിഷൻ ചാനലുകളിലും പരസ്യം ചെയ്യണമെന്ന് കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. എന്നാൽ ഈ ഉത്തരവുകൾ ഇപ്പോഴും അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ നടപ്പിലാക്കപ്പെടുന്നുണ്ടോ എന്നുള്ള ചോദ്യം ബാക്കി നിൽക്കുകയാണ്. അപ്പോൾ ക്രിമിനൽ കേസുകളിൽ പെട്ടവരെ മത്സരിപ്പിക്കാൻ പാടില്ല എന്നുള്ള ഒരു നിയമം നമ്മുടെ ജനാധിപത്യം അനിവാര്യമായി അംഗീകരിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ്. വ്യക്തിജീവിതത്തിൽ ധാർമ്മികതയില്ലാത്ത ഒരാൾക്ക് എങ്ങനെയാണ് നാടിൻ്റെ ഭരണം വിശ്വസിച്ചേൽപ്പിക്കാൻ കഴിയുക? അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട ഈ ഉയർന്നു വന്ന പരാതികളും അത് നിയമപരമായിട്ട് സമീപിച്ചതും അതിൻ്റെ മേൽ കോടതി നിലപാടെടുത്തതും ജാമ്യം നിഷേധിച്ചതും ഒക്കെ അത് ഒരു വ്യക്തിയുടെ വീഴ്ചയല്ല, മറിച്ച് നമ്മുടെ രാഷ്ട്രീയത്തിലെ സംസ്കാരത്തിൽ ബാധിച്ചിരിക്കുന്ന വലിയൊരു അർബുദമായിട്ട് അതിനെ കാണേണ്ടി വരും. സ്വകാര്യമെന്നോ പൊതുവെന്നോ വേർതിരിവില്ലാതെ ജീവിതത്തിൽ ഉടനീളം പാലിക്കേണ്ട ഉന്നതമായിട്ടുള്ള മൂല്യബോധത്തിൽ നിന്നും നീതിബോധത്തിൽ നിന്നുമാണ് യഥാർത്ഥ രാഷ്ട്രീയ സംസ്കാരം രൂപപ്പെടേണ്ടത്. പക്ഷേ ഇപ്പോൾ രാഷ്ട്രീയ വാഗ്വാദങ്ങൾക്കും ബഹളങ്ങൾക്കും ഇടയിൽ വേരർക്കപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സദാചാരാധിഷ്ഠിതമായ രാഷ്ട്രീയമാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള വസ്തുത. രാഷ്ട്രീയത്തിലെ ധാർമ്മികതയെക്കുറിച്ച് ഗൗരവമായിട്ടുള്ളൊരു പുനർവിചിന്തനം ആരംഭിക്കേണ്ടത് ഈ നിമിഷങ്ങളിലാണ്. അതിന് രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറാവുക തന്നെ വേണം. നിയമവ്യവസ്ഥ ഈ കാര്യത്തിൽ ശക്തമായിട്ട് നിലകൊള്ളണം. അതിലുപരി വോട്ടർമാരായിട്ടുള്ള നാം ഉണർന്ന് പ്രവർത്തിക്കണം. അതെങ്ങനെ ആവണമെന്ന് പറയാൻ ഞാനാളല്ല. അതാണ് നേരത്തെ സൂചിപ്പിച്ചത്. പെരുവിരലിൽ ജനാധിപത്യത്തിൻ്റെ മഷി പുരളുന്ന വേളയിൽ ആർക്കു വേണ്ടിയാണ് അത് പുരട്ടാൻ നാം നിന്നു കൊടുക്കുന്നത് എന്നുള്ള ചോദ്യം അവരുടെ ഉള്ളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമെന്ന് വിചാരിക്കാം.